നമസ്കാരം. ഭയം വേണ്ട, ജാഗ്രത മതി. SSLC +2 പരീക്ഷ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും 1000 വിജയാശംസകൾ നേരുന്നതോടൊപ്പം എനിക്കറിയുന്ന 1-2 ടിപ്സുകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുകയാണ്. ആദ്യം തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് എക്സാമിന് സമയം അനുവദിച്ചിട്ടുണ്ടാകും. എത്ര മണിക്കാണ് നിങ്ങൾക്ക് എക്സാം തുടങ്ങുക എന്നത് ആ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാകും. അതിന് അരമണിക്കൂർ മുമ്പ് നിങ്ങളുടെ ഏത് സ്കൂളിലാണോ നിങ്ങൾക്ക് പരീക്ഷ പറഞ്ഞിരിക്കുന്നത് ആ സ്കൂളിൽ എത്തിച്ചേരുക. എന്നിട്ട് നിങ്ങളുടെ സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ പതിപ്പിച്ചിട്ടുണ്ടാവും. ആ രജിസ്റ്റർ നമ്പർ നോക്കിയിട്ട് ഏത് ക്ലാസ്സാണോ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ക്ലാസ്സുകളിൽ പോയിരിക്കുക. അരമണിക്കൂർ മുമ്പ് പോയാൽ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് നിങ്ങളുടെ ക്ലാസ് റൂമൊക്കെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. ആദ്യത്തെ ടെൻഷൻ അതാണല്ലോ, അതായിട്ട് മാറിക്കിട്ടും. അത് കഴിഞ്ഞാൽ ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞാൽ ബെല്ലടിച്ച് കഴിഞ്ഞാൽ അധ്യാപകർ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ ഷീറ്റ് തരും, ക്വസ്റ്റ്യൻ പേപ്പർ തരും. മെയിൻ ഷീറ്റിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങൾ പരീക്ഷയുടെ പേര് എഴുതുക, പിന്നെ വിഷയം എഴുതുക, പിന്നെ പരീക്ഷാ തീയതി എഴുതുക. അതിന് ഏറ്റവും താഴെ കോളത്തിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അക്കത്തിലും അക്ഷരത്തിലും എഴുതുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് വായിച്ച് നോക്കുക. ഒരു 1-2 തവണ വായിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഉത്തരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പെട്ടെന്ന് മനസ്സിൽ വരുന്ന കുറേ ഉത്തരങ്ങളും ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ കണ്ടാൽ മനസ്സിലാവും. എല്ലാ ഉത്തരങ്ങളും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യം അറിയുന്ന ഉത്തരങ്ങൾ വേഗം അതിൽ പതിപ്പിച്ച് വെക്കുക. എല്ലാ ഉത്തരങ്ങളും എഴുതി കഴിഞ്ഞ് നിങ്ങൾ 1-2-3 അഡീഷണൽ ഷീറ്റുകൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു 4-5 അഡീഷണൽ വാങ്ങി എല്ലാം നിങ്ങൾ എഴുതി കഴിഞ്ഞു. എല്ലാം എഴുതി കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ എത്ര അഡീഷണൽ ഷീറ്റുകൾ വാങ്ങിയിട്ടുണ്ട് അത്രയും എണ്ണം മെയിൻ ഷീറ്റിൻ്റെ ഏറ്റവും മുകളിൽ ടോട്ടൽ അഡീഷണൽ ഷീറ്റ് യൂസർ എന്ന സ്ഥലം കാണാം. അതിൽ നിങ്ങൾ എത്ര അഡീഷണൽ ഷീറ്റുകൾ വാങ്ങിയിട്ടുണ്ട് അത്രയും എണ്ണം അതിൽ എഴുതുക. അവിടെ നിങ്ങൾ 2 മെയിൻ ഷീറ്റാണ് വാങ്ങിയാൽ ആ 2 മെയിൻ ഷീറ്റിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പറും എഴുതാൻ മറക്കരുത്. ഒരിക്കൽ കൂടി പറയുകയാണ്, എത്ര അഡീഷണൽ ഷീറ്റുകൾ നിങ്ങൾ വാങ്ങുന്നുണ്ടോ അത്രയും അഡീഷണൽ ഷീറ്റിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ എഴുതണം. എന്നിട്ട് മെയിൻ ഷീറ്റിൻ്റെ കൂടെ അഡീഷണൽ തുന്നി കെട്ടുക. ടോട്ടൽ അഡീഷണൽ ഷീറ്റിൻ്റെ എണ്ണം മെയിൻ ഷീറ്റിൻ്റെ മുകളിലൊരു കോളമുണ്ട്, അവിടെ കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഉഷാറായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ ഒന്നും കൂടി പറയുകയാണ്, നിങ്ങൾ ആദ്യം എക്സാം തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് സ്കൂളിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. എത്തിച്ചേർന്ന് ക്ലാസ് റൂം ഏതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആ ക്ലാസ് റൂം എത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പരീക്ഷയുടെ അരഭാഗം നിങ്ങൾ വിജയിച്ച് കഴിഞ്ഞു. ടെൻഷൻ മാറിക്കഴിഞ്ഞു. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ഉത്തരങ്ങളുണ്ടാവും. അത് ആദ്യം എഴുതി ഫലിപ്പിക്കുക. കടലാസിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും പേടിക്കേണ്ട. പിന്നെ എല്ലാ ചോദ്യത്തിനും ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങൾ പഠിച്ച അതേ ചോദ്യങ്ങളും ഉത്തരങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വരിക. ഓക്കെ, അപ്പോൾ എല്ലാ കുട്ടികൾക്കും 1000 വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇറ്റ്സ് മീ ആഷി.